Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസിന് ആവശ്യമായുള്ള സപ്പോർട്ട് മെക്കാനിസം, ഇൻസ്റ്റിറ്റ്യൂഷണൽ മെക്കാനിസവുമായി ബന്ധപ്പെട്ട് വരുന്ന വേറൊരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് NSIC, ദാറ്റ് ഈസ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. സോ എന്താണ് NSIC, അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ NSIC വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1955 to provide machinery to small scale units on hire purchase basis and to assist these units in obtaining orders from government departments and offices. ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് NSIC 1955 രൂപീകരിക്കപ്പെടുന്നത്. നമുക്കറിയാൻ പറ്റും MSME യൂണിറ്റുകൾക്ക് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് വലിയ ക്യാപിറ്റൽ മുടക്കാനുണ്ടാവില്ല. പക്ഷേ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് ക്യാപിറ്റൽ എക്യുപ്മെൻറ്റ്സ് ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ് അല്ലെങ്കിൽ മെഷീനറീസ്, പ്ലാന്റ് മെഷീനറി ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാന്റ് മെഷീനറിയൊക്കെ ഹയർ പർച്ചേസ് വ്യവസ്ഥയിൽ, ഇൻസ്റ്റാൾമെൻറ്റ് വ്യവസ്ഥയിൽ വാങ്ങിച്ച് പ്രൊക്വയർ ചെയ്ത് MSME യൂണിറ്റുകൾക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശവും അതുപോലെ തന്നെ മറ്റുള്ള MSME യൂണിറ്റുകളുടെ മറ്റുള്ള അസിസ്റ്റൻസും പ്രൊഡക്ഷനും മാർക്കറ്റിങ്ങും ഒക്കെ സഹായിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് രൂപീകരിക്കപ്പെട്ടത്. ഓക്കെ, ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. ക്ലിയർ. ദെൻ ഇറ്റ്സ് 4 റീജിയണൽ ഓഫീസ് അറ്റ് ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൽക്കട്ട. അവിടെയൊക്കെ റീജിയണൽ ഓഫീസസ് ഉണ്ട്. എന്തൊക്കെയാണ് അവരുടെ ഫംഗ്ഷൻ? ക്ലിയർ. സോ NSIC പ്രൊവൈഡ്സ് industrial finance by way of supply of machines on hire purchase to small industrial units all over the country. Clear. So its functions are, number 1, to develop small scale units as ancillary units to large scale industries. നമുക്കറിയാം ആൻസിലറി യൂണിറ്റ്സിൻ്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ ആൻസിലറി യൂണിറ്റ് എന്താ നമ്മൾ പിന്നീട് പഠിക്കും. എങ്കിലും ഇപ്പം അത്രയും മനസ്സിലാക്കി വെക്കുക അല്ലേ. ഒരു പ്രദേശത്ത് കുറേയധികം ലാർജ് എൻ്റർപ്രൈസസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലാർജ് എൻ്റർപ്രൈസസിന് ആവശ്യമായിട്ടുള്ള ചെറിയ ചെറിയ മെറ്റീരിയൽസ് ഉണ്ടാവും. ചെറിയ ചെറിയ ടൂൾസോ അല്ലെങ്കിൽ മെറ്റീരിയൽസോ അല്ലെങ്കിൽ പാർട്ടുകളൊക്കെ ഉണ്ടാവും. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പലപ്പോഴും ചെറിയ 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 യൂണിറ്റുകളായിരിക്കും. ഇങ്ങനെയുള്ള വലിയ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിന് ആവശ്യമായിട്ടുള്ള ടൂൾസോ പാർട്ടുകളോ കമ്പോണൻസോ മെറ്റീരിയൽസോ ഒക്കെ നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ആ ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസിനോട് അനുബന്ധിച്ച് അനുബന്ധിക്കുക എന്ന് പറയില്ല, അസോസിയേറ്റ് ചെയ്ത് അനുബന്ധിച്ച് രൂപീകരിക്കപ്പെടുന്ന ചെറുകിട ഇൻഡസ്ട്രീസിന് പറയുന്ന പേരാണ് ആൻസിലറി യൂണിറ്റ്സ്. ക്ലിയർ. ആൻസിലറി യൂണിറ്റ്സ് ആർ ദോസ് യൂണിറ്റ്സ് വിച്ച് ആർ മെയിൻലി പ്രൊഡ്യൂസിങ് ഫോർ ദി റിക്വയർമെൻറ്റ് ഓഫ് ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ്. ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസിൻ്റെ കമ്പോണൻസോ പാർട്സോ ടൂൾസോ ഒക്കെ ആയിരിക്കും ഇവർ നിർമ്മിക്കുക. അത് നിർമ്മിച്ച് അവിടെ കൊടുക്കും. അപ്പോൾ അങ്ങനെ ഉള്ള ഇപ്പോൾ വലിയൊരു യൂണിറ്റിന് ചിലപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നതിൽ ഒരു ലെയ്ത്ത് വർക്ക്ഷോപ്പിൻ്റെ ആവശ്യമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക, മോൾഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പ്രോഡക്റ്റ് മോൾഡ് ചെയ്ത് കൊടുക്കുന്ന അല്ലെങ്കിൽ റാഡുകൾ സപ്ലൈ ചെയ്യുന്ന, അല്ലെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കുന്ന, ഇങ്ങനെ കുറേയധികം ആൻസിലറി പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി ഓരോരോ യൂണിറ്റുകളുണ്ടാവും. അപ്പോൾ അതാണ് ആൻസിലറി യൂണിറ്റ്. അപ്പോൾ അത് രൂപീകരിക്കുന്നതിന് വേണ്ടി കൂടുതൽ പ്രാധാന്യം നൽകുക. അപ്പോൾ നമുക്ക് സ്ഥിരമായിട്ടുള്ളൊരു ബിസിനസ് അതിനൂടെ കിട്ടും അല്ലേ. അപ്പോൾ അതാണ് ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ദെൻ ടു പ്രൊവൈഡ് മെഷീനറി ടു SSI യൂണിറ്റ്സ് അണ്ടർ ഹയർ പർച്ചേസ് സിസ്റ്റം. ക്ലിയർ. ടു ഒബ്റ്റെയിൻ ഓർഡേഴ്സ് ഓഫ് SSI ഫ്രം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ഓഫീസസ്. ക്ലിയർ. അങ്ങനെയുള്ള ഓർഡർ പ്രൊക്യൂർമെൻറ്റ് ചെയ്യുകയും അത് MSME യൂണിറ്റുകൾക്കായിട്ട് SSI യൂണിറ്റുകൾക്കായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. Then to help the small scale industries in procuring scarce and imported raw material. ക്ലിയർ. അപ്പോൾ അതും ഇവർ ചെയ്യുന്നു. ചില മെറ്റീരിയൽസ് ഒക്കെ ആവശ്യമാണെങ്കിൽ ഇമ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൊക്വയർ ചെയ്ത് കൊടുക്കുന്നു, സപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ദെൻ മാർക്കറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് SSI യൂണിറ്റ്സ് ഇൻ ഹോം ആൻഡ് അബ്രോഡ്. ഇന്ത്യ ഡൊമസ്റ്റിക് ആയിട്ടും ഇൻ്റർനാഷണൽ ആയിട്ടും ഇതിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് വെബ്സൈറ്റ് ഉണ്ട്, B2B പോർട്ടലൊക്കെ ഉണ്ട്. ക്ലിയർ. ബിസിനസ് ടു ബിസിനസ് പോർട്ടലുണ്ട്. ക്ലിയർ. അതുപോലെ തന്നെ മാർക്കറ്റിംഗ് പോർട്ടലുണ്ട്, വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൂടെയൊക്കെ എന്ത് ചെയ്യുന്നു, പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുകയും എക്സ്പോർട്ടോ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നാഷണൽ മാർക്കറ്റിലെ ട്രേഡ് എക്സിബിഷൻ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ, ഇൻഡസ്ട്രിയൽ ഫെയേഴ്സ്, ട്രേഡ് ഫെയേഴ്സ് ഒക്കെ നടക്കുമ്പോൾ അതിലെല്ലാം അത് പ്രദർശിപ്പിക്കുകയും അതുപോലെ തന്നെ മാർക്കറ്റ് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ഓക്കെ. ദെൻ കൺസ്ട്രക്ട് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, എസ്റ്റാബ്ലിഷ് പ്രോട്ടോടൈപ്പ് പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെൻറ്റേഴ്സ്. ക്ലിയർ. അപ്പം അങ്ങനെയുള്ള ട്രെയിനിങ് സെൻറ്റേഴ്സ്. പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സാധാരണ ഒരു വലിയ പ്ലാന്റ് നിർമ്മിക്കുന്നതിന് മുമ്പ് ആ പ്ലാന്റ് വർക്കബിൾ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ചെറിയൊരു മാതൃക നിർമ്മിക്കും. അതിനെയാണ് എന്താ പറയുക, പ്രോട്ടോടൈപ്പ് എന്ന് പറയുക. ക്ലിയർ. അങ്ങനെ ഒരു പ്രോട്ടോടൈപ്പ്, പുതിയ ടെക്നോളജി ഒക്കെ ആണെങ്കിൽ ഒരു പ്രോട്ടോടൈപ്പ് ആദ്യം നിർമ്മിക്കും.
അത് വർക്കബിൾ ആണെങ്കിൽ നമ്മൾ മെയിൻ പ്ലാന്റിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ പ്രോട്ടോടൈപ്സ്, അതിലാണ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുക മിക്കവാറും. ക്ലിയർ? അപ്പോൾ ആ രീതിയിൽ ട്രെയിനിങ് സെൻറ്റേഴ്സ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ടു ഇമ്പാർട്ട് ട്രെയിനിങ് ടു ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ്, സ്കിൽഡ് ലേബേഴ്സിൻ്റെ സപ്ലൈ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി അത് ചെയ്യുന്നു. ഇമ്പാർട്ട് സപ്ലൈ ഓഫ് സ്കേഴ്സ് റോ മെറ്റീരിയൽ ചെയ്യുന്നു. ക്ലിയർ? ഇതൊക്കെയാണ് നമ്മൾ NSIC ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫംഗ്ഷൻ. ക്ലിയർ? ഇറ്റ് ഹാസ് സെറ്റ് അപ്പ് പ്രോട്ടോടൈപ്പ് പ്രൊഡക്ഷൻ കം ട്രെയിനിങ് സെൻറ്റേഴ്സ് to develop various machinery for transfer of technology and know-how for commercial production. ഇപ്പോൾ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചിലപ്പോൾ ഒരു ടെക്നോളജി ഇൻവെൻഷൻ സ്റ്റേജിൽ അല്ലേ അത് ഇന്നോവേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. ഒരു R&D ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ R&D ഇൻസ്റ്റിറ്റ്യൂഷനോ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ ഒരു ടെക്നോളജിയെക്കുറിച്ച് വന്നിട്ടുണ്ടാവും, അതിന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ടാവും. പക്ഷേ അതിനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? അതുപോലെ ഒരു പ്രോട്ടോടൈപ്പ് നിർമ്മിച്ചത് ടെസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ? അത് വർക്കബിൾ ആണോ നോക്കുന്നു. എന്നിട്ട് അതിൻ്റെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷനിലേക്ക് പോവുകയും അത്തരത്തിലുള്ള മെഷീനറീസ് MSME യൂണിറ്റുകൾക്ക് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തെടുക്കുന്നുണ്ട്. ക്ലിയർ? സോ NSICയുടെ ഫങ്ഷൻസ് ആണ് നമ്മൾ നോക്കിയത്. ക്ലിയർ? ഇപ്പോൾ നെക്സ്റ്റ് അടുത്തായിട്ട് നമുക്ക് NSICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. ക്ലിയർ? എന്നിട്ട് എന്തൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. So now we are seeing about the website, official website of NSIC. Clear? That is nsic.co.in. Clear? So this is the URL. ഓക്കെ. അപ്പോൾ നിങ്ങളതിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് NSICയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. ക്ലിയർ? അപ്പോൾ അതിൽ NSICയുടെ ഒരു ഗവൺമെൻറ് അണ്ടർടേക്കിംഗ് ആണ്. ക്ലിയർ? അവരുടെ അതുപോലെ തന്നെ MSMEയുടെ പ്രോഡക്റ്റുകളൊക്കെ വിൽക്കുന്നതിന് വേണ്ടി അവരൊരു വെബ്സൈറ്റ് തന്നെയാണ്. ക്ലിയർ? msmemart.com. Clear? So this is the marketing website. Okay. അപ്പോൾ ഒരു B2B സർവീസസ് കൂടെ ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഗ്ലോബൽ ബിസിനസ് ടു ബിസിനസ്, ഇൻ്റർനാഷണൽ ലെവലുള്ള ഒരു B2B സർവീസാണ്. ക്ലിയർ? സോ ഇറ്റ് ഈസ് എ പോർട്ടൽ ഫെസിലിറ്റേറ്റിംഗ് ബിസിനസ് സർവീസസ് ടു MSME ത്രൂ ഡിജിറ്റൽ ഇൻ്റർവെൻഷൻ. ക്ലിയർ? അപ്പോൾ ഈ രീതിയിലൊരു ഓൺലൈൻ പോർട്ടൽ വഴി ബിസിനസ് ടു ബിസിനസ് അല്ലേ വൻകിട ഓർഗനൈസേഷൻ ആവശ്യമായുള്ള മെറ്റീരിയൽസ് ഓർഡർ കളക്ട് ചെയ്യാനും അവർക്ക് സപ്ലൈ ചെയ്യാനും ഓർഡർ പ്രോസസ്സ് ചെയ്യാനും. ക്ലിയർ? അത് സ്മോൾ സ്കെയിൽ യൂണിറ്റിലേക്ക് റൂട്ട് ചെയ്യാനൊക്കെ അതിനെയാണ് B2B എന്ന് പറയും അല്ലേ? ബിസിനസ് ടു അനദർ ബിസിനസ്. ക്ലിയർ? ലാർജ് ബിസിനസ് ടു സ്മോൾ ബിസിനസ്സസ്. ക്ലിയർ? ഈ രീതിയിൽ B2B റിക്വയർമെൻ്റ് ഒക്കെ കളക്ട് ചെയ്യാനും പ്രോസസ്സ് ചെയ്യാനും പ്രൊക്യൂർ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു പോർട്ടലായിട്ട് അല്ലെങ്കിൽ ഒരു മെക്കാനിസം അവർ ചെയ്യുന്നു. So it acts as a one-stop solution. Clear? To all business needs. MSMEകളുടെ എല്ലാ ബിസിനസ് നീഡ്സും മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻസ് ആയിട്ട് അതിനെ നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ? Then so it create a company's web page in a minute. Clear? കമ്പനികൾക്ക് വേണമെങ്കിൽ MSME യൂണിറ്റുകൾക്ക് വേണമെങ്കിൽ വെബ് പേജസ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാം അവരുടേതായിട്ട്. ക്ലിയർ? ഡിസ്പ്ലേ പ്രോഡക്ട്സ് by 24/7 അവർക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? ദാറ്റ് ഈസ് MSME ഗ്ലോബൽ മാർട്ടിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറയുന്നത്. ക്ലിയർ? ദെൻ കണക്ട് വിത്ത് ബയേഴ്സ് ആൻഡ് സപ്ലയേഴ്സ് ഇൻസ്റ്റൻറ്റേനിയസ്ലി കണക്ട് ചെയ്യാൻ പറ്റും. ക്ലിയർ? അതുപോലെ ഇൻഫർമേഷൻ ഓൺ ഈവൻറ്റ്സ് ആൻഡ് എക്സിബിഷൻ. ക്ലിയർ? ഫെയേഴ്സ് ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. ദെൻ കീവേഡ്സ് ബേസ്ഡ് അൺലിമിറ്റഡ് ടെൻഡർ അലേർട്ട്. അതുപോലെ തന്നെ ടെൻഡർ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന ഓർഗനൈസേഷനൊക്കെ ടെൻഡർ വരും അല്ലെങ്കിൽ വലിയ ഓർഗനൈസേഷനൊക്കെ ടെൻഡർ വരുമ്പോൾ അല്ലേ അതിനുള്ള അലേർട്ട് MSME യൂണിറ്റുകൾക്ക് നൽകുന്നുള്ള സിസ്റ്റം ഇതിലുണ്ടാവും. ക്ലിയർ? രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ. ദെൻ ഫ്രാഞ്ചൈസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓപ്പർച്യൂണിറ്റി. ക്ലിയർ? ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. ക്ലിയർ? ഫ്രാഞ്ചൈസും ഡിസ്ട്രിബ്യൂട്ടർഷിപ്പും. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊരു കമ്പനിയാണ്. ക്ലിയർ? അവർക്കൊരു പ്രത്യേക ടെക്നോളജിയോ പ്രോഡക്റ്റോ ഉണ്ട്. അത് ഇന്ത്യയിൽ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യും? ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ്, ഫ്രാഞ്ചൈസി ലൈസൻസ് കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആയിരിക്കും. ഇന്ത്യയിൽ തന്നെയുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കുക. അവർക്ക് സൗത്ത് ഇന്ത്യയിലെ ഓഫീസില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഡിസ്ട്രിബ്യൂട്ടറെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ ഇൻഫർമേഷൻ കൊടുക്കുന്നു. റിക്വസ്റ്റ് ഫോർ കൊട്ടേഷൻ. ക്ലിയർ? RFQ എന്ന് പറയും. അത് തയ്യാറാക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ക്ലിയർ? ട്രേഡ് ലീഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒട്ടനവധി സർവീസസ് അവർ ഈ ഗ്ലോബൽ മാർട്ട് വഴി നൽകുന്നുണ്ട്. ഓക്കെ. അതിൽ എല്ലാ തരത്തിലുള്ള പാർട്ടിസിപ്പേഷൻ ഉണ്ട്. ക്ലിയർ? സോഷ്യൽ മീഡിയ പാർട്ടിസിപ്പേഷൻ പോലെ അവർക്കുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിലൂടെയും ജോയിൻ ചെയ്യാൻ പറ്റും. സോ B2B സർവീസസുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. അതിനുവേണ്ടി ഏകദേശം 2,28,042 MSMEകളുടെ ഡാറ്റാ ബാങ്ക് ക്ലിയർ അവർക്കുണ്ട്. സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ. ക്ലിയർ? ട്രേഡിങ്ങിന് വേണ്ടി B2Bക്ക് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ. ക്ലിയർ?
സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ യൂണിറ്റ് 54,286 ഉണ്ട്. ക്ലിയർ. അതിൽ ഡൊമസ്റ്റിക് ടെൻഡേഴ്സിൻ്റെ ഭാഗമായിട്ട് മന്ത്ലി ഡൊമസ്റ്റിക് ടെൻഡേഴ്സ് ക്ലിയർ എത്രത്തോളം 3,03,841 ടെൻഡേഴ്സ് വരുന്നുണ്ട്. ക്ലിയർ. ട്രേഡ് ലീഡ്സ് ഇത്രയും പ്രൊവൈഡ് ചെയ്യുന്നു. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് അവരുടെ സർവീസസ് നോക്കാൻ പറ്റും. ഇനി ഇതിൻ്റെ മെയിൻ മെനു നമ്മൾ എടുക്കുകയാണെങ്കിൽ ക്ലിയർ എബൌട്ട് NSIC നമുക്ക് നോക്കാൻ പറ്റും. ക്ലിയർ. അപ്പോൾ അതിൽ NSICയെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. ക്ലിയർ. അതിലെന്തൊക്കെയാണ് വരിക? പ്രൊഫൈലുണ്ട്. ക്ലിയർ. ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ മെസ്സേജ് ഉണ്ടാവും. ഹൂ ഇസ് ഹൂ. ക്ലിയർ. ആരൊക്കെയാണ് NSICയുടെ ചാർജുള്ള ഓഫീസേഴ്സ്. ക്ലിയർ. അവർ ഓഫീസ് എവിടെയൊക്കെ ഉണ്ട്, ഹെഡ് ഓഫീസ് എവിടെയാണ്, ഷോ ഓഫ് ഇൻട്രസ്റ്റ്. ക്ലിയർ. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. ദിസ് ഈസ് റിലേറ്റഡ് ടു NSICയുടെ അത് അല്ലേ. പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ. നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ. ക്ലിയർ. ഫെസിലിറ്റേറ്റിംഗ് ദ ഗ്രോത്ത് ഓഫ് സ്മോൾ ഇൻഡസ്ട്രീസ് സിൻസ് 1955. 1955 മുതൽ ഇവർ നിലനിൽക്കുന്നുണ്ട് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞാണ്. ക്ലിയർ. ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷൻസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ. അതർ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. ക്വാളിറ്റി പോളിസി, കോഡ് ഓഫ് കണ്ടക്ട്, CSR പോളിസി, റൈറ്റ് ടു ഇൻഫർമേഷൻ. ക്ലിയർ. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. ആനുവൽ പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ. ക്ലിയർ. സ്വച്ഛ് ഭാരത് അങ്ങനെയുള്ള ചില ഇനിഷ്യേറ്റീവ്. ഓക്കെ. എബൌട്ട് അസിൽ ഇവിടെ നിങ്ങൾക്ക് എപ്പോഴാണ് അത് രൂപീകരിച്ചത്, എന്താണ് അതിൻ്റെ സാഹചര്യം. ക്ലിയർ. അതുപോലെ തന്നെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത് അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ മിഷൻ. ക്ലിയർ. MSMEയുടെ NSICയുടെ മിഷൻ എന്താണ്? ടു പ്രൊമോട്ട് ആൻഡ് സപ്ലൈ MSME ക്ലിയർ sector by providing integrated support services encompassing marketing, technology, finance and other service. ക്ലിയർ. അപ്പോൾ വിഷനൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കി വയ്ക്കുക. എന്താണ് അവരുടെ വിഷൻ? ടു ബി എ പ്രൈമർ ഓർഗനൈസേഷൻ ഫോസ്റ്ററിങ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് സെക്ടർ. ഓക്കെ. അതുപോലെ സ്കീംസ് ഓഫ് NSIC കുറേ കൊടുക്കുന്നു. ക്ലിയർ. മാർക്കറ്റിംഗ് സപ്പോർട്ട് കൊടുക്കുക. ക്ലിയർ. കൺസോഷ്യം ഫോർ ടെൻഡർ മാർക്കറ്റിംഗ്. ക്ലിയർ. ടെൻഡർ മാർക്കറ്റിംഗ് ഒരു കൺസോഷ്യം ഫോം ചെയ്യുക. ഇപ്പോൾ വലിയൊരു ഗവൺമെൻറ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഓർഗനൈസേഷനോ അല്ലേ വലിയ തരത്തിലൊരു പ്രൊക്യൂർമെൻറ്റ് കൊടുക്കുമ്പോൾ ഒറ്റ യൂണിറ്റിനെ കൊണ്ട് അത് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? കുറേ യൂണിറ്റുകളെ കൺസോഷ്യം ഫോം ചെയ്തിട്ട് വേണം അത് ചെയ്യാൻ. അപ്പോൾ അത്തരത്തിലുള്ള കൺസോഷ്യം മാർക്കറ്റിംഗ് ചെയ്യുന്നു. ക്ലിയർ. സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ ഫോർ ഗവൺമെൻറ് പർച്ചേസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ, സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ നമ്മൾ നേരത്തെ നോക്കി അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത NSIC മുഖേന ചെയ്യുന്ന കേസസിൽ ഇവർക്ക് EMD ഒന്നും ആവശ്യമില്ല. ഏണസ്റ്റ് മണി ഡിപ്പോസിറ്റ് ഒന്നും കെട്ടിവെക്കേണ്ട. അതുപോലെ തന്നെ L1 പർച്ചേസാണ് സാധാരണ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ചെയ്യുക. എന്താ L1 എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് പ്രൈസ് കോട്ട് ചെയ്യുന്ന ആൾക്കായിരിക്കും കരാറ് കൊടുക്കുക. ക്ലിയർ. അപ്പോൾ ഇവിടെ NSIC വഴിയാണ് ചെയ്യുന്നതെങ്കിൽ ക്ലിയർ അത് L1 പ്ലസ് ഒരു 15% വരെ ആണെങ്കിൽ പോലും നമുക്ക് കൊടുക്കുന്നതിന് ഓഡിറ്റ് ഒബ്ജെക്ഷൻ ഒന്നും വരില്ല. ക്ലിയർ. അപ്പോൾ അത്തരത്തിൽ ചെറിയൊരു കൺസിഡറേഷൻ ഇവർക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ. സെൻട്രൽ പ്രൊക്യൂർമെൻ്റ് നിശ്ചയ ഇതിലൂടെ പ്രൊക്യൂർ ചെയ്യാൻ സഹായിക്കുന്നു. ഓക്കെ. ദെൻ SSI യൂണിറ്റുകളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 358ഓളം ഐറ്റം റിസർവ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ. ഓക്കെ. ദെൻ MSME ഗ്ലോബൽ മാർട്ട് സംഘടിപ്പിക്കുന്നു. ക്ലിയർ. നേരത്തെ നമ്മൾ നോക്കി അല്ലേ. ഒരു B2B വെബ് പോർട്ടലാണത്. ക്ലിയർ. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി സർവീസസ് MSME യൂണിറ്റുകൾക്ക് കിട്ടുന്നു. ക്ലിയർ. ഒരു ഇൻഫോർമീഡിയറി സർവീസസ് ആണ് കൊടുക്കുന്നത്. ഓക്കെ. ഒരു ഡയറക്റ്റായിട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇൻഫർമേഷൻ കൊടുക്കുന്നു. ക്ലിയർ. എന്തിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ എല്ലാം. ഓക്കെ. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ച് എല്ലാ തരത്തിലും. ക്ലിയർ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻ്ററാക്റ്റീവ് ഡാറ്റാബേസ് ഫോർ MSME സെൽഫ് ക്ലിയർ വെബ് ഡെവലപ്മെൻറ്റ് ടൂൾസ്. അപ്പോൾ അത് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് ഇല്ലാത്ത MSMEകൾക്ക് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ. അതുപോലെ തന്നെ ഡൈനാമിക് വെബ്സൈറ്റ് ആയതുകൊണ്ട് ഇവർക്ക് തന്നെ പോസ്റ്റിംഗ് ചെയ്യാം, ആൾട്ടർ ചെയ്യാം, ഒക്കെ ചെയ്യാം. ക്ലിയർ. അപ്പോൾ ആ രീതിയിലുള്ള ലോഗിൻ കൊടുത്തിട്ടായിരിക്കും ഇത് ചെയ്യിക്കുന്നത്. ദ നാഷണൽ ടെൻഡേഴ്സ് ഓൺ ക്ലിയർ. ഇമെയിലിൽ ഇവർക്ക് അലേർട്ട് ലഭിക്കുന്നു. സെൻട്രലൈസ്ഡ് മെയിൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ട് എടുക്കുന്നു. ക്ലിയർ. MSME യൂണിറ്റുകൾക്ക് ചിലപ്പോൾ എൻ്റർപ്രണർക്കൊന്നും മെയിൽ ID ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത് ഡാറ്റാബേസ് സ്റ്റോർ ചെയ്യാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു സെൻട്രലൈസ്ഡ് മെയിൽ സിസ്റ്റം വഴി എല്ലാ യൂണിറ്റുകളെയും മെയിലിംഗ് ക്ലിയർ അവർക്ക് ആവശ്യമുള്ള മെയിൽ ID, വെബ് പേജ്, URL ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് സൗകര്യം ഒരുക്കുന്നു. സോ പോപ്പുലർ പ്രോഡക്റ്റ് സെക്ഷൻ ഉണ്ടാവും. ക്ലിയർ. അൺലിമിറ്റഡ് ഗ്ലോബൽ ട്രേഡ് ലീഡ്സ് ഉണ്ടാവും. അതുപോലെ ട്രസ്റ്റ് സീൽ ഫോർ NSIC. ക്ലിയർ. NSICയുടെ രജിസ്റ്റേർഡ് മെമ്പർ എന്ന് പറയുമ്പോൾ അതിനൊരു ട്രസ്റ്റ് ഉണ്ടാവും. ക്ലിയർ. പത്രത്തിലുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. MSME വെബ് സ്റ്റോർ പ്രൊവൈഡ് ചെയ്യുന്നു. മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ട് വെബ്സൈറ്റിലൂടെ കൊടുക്കുന്നുണ്ട്. ക്ലിയർ.
ഇപ്പോൾ സിംഗിൾ ലാംഗ്വേജിൽ മാത്രമല്ല മൾട്ടി ലാംഗ്വേജ് സപ്പോർട്ടഡ് ആണ്. ക്ലിയർ. അതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ നമുക്ക് നേരിട്ട് ഡിഫറെൻറ്റ് ലാംഗ്വേജിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെൻറ്റ്സോ ക്യാമ്പയിനിങ്ങൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ ഡിസ്കഷൻ ബോർഡ്, ക്ലിയർ, കോൾ സെൻറ്റർ ഓപ്പറേഷൻ, ഓക്കെ, ലൈവ് ചാറ്റ്, ഓക്കെ, ദെൻ അതർ വാല്യൂ ആഡഡ് സർവീസസ്, ഇങ്ങനെ പേയ്മെൻറ്റ് ഗേറ്റ് വേ, ഇങ്ങനെ ഒട്ടനവധി സർവീസസ് ഇതിൻ്റെ ഫലമായിട്ട് കൊടുക്കുന്നു. മാർക്കറ്റ് ഇൻ്റലിജൻസ്, ക്ലിയർ, മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നതിന് വേണ്ടി, പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള മാർക്കറ്റ് ഇൻ്റലിജൻസ് സിസ്റ്റം ഉണ്ട്. എക്സിബിഷൻസ് ആൻഡ് ടെക്നോളജി ഫെയേഴ്സ് കണ്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിലേക്ക് അസിസ്റ്റ് ചെയ്യുന്നു. ക്ലിയർ. ബയ്യർ സെല്ലർ മീറ്റുകൾ സംഘടിപ്പിക്കാറുണ്ട്, പലപ്പോഴും പ്രധാനപ്പെട്ട ബയ്യേഴ്സിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. ക്ലിയർ. സേ ഫോർ എക്സാമ്പിൾ റെയിൽവേ, ഡിഫൻസ്, കമ്മ്യൂണിക്കേഷൻ, IT അല്ലേ, ഇൻഫർമേഷൻ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ക്ലിയർ. ഇങ്ങനെ മേജറായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റൽ പർച്ചേസിനൊക്കെ വേണ്ടി ഇവരെ ബയ്യർ സെല്ലർ തമ്മിലുള്ള മീറ്റിങ്ങിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്നു. ഓക്കെ. ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുക്കുന്നു. ക്ലിയർ. റീഫിനാൻസിങ് ചില അവസരത്തിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. ഓക്കെ. സോ ഫിനാൻസിങ് ഫോർ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റോ മെറ്റീരിയൽ, ഷോർട്ട് ടേം ആയിട്ടുള്ള റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്നതിനുള്ള അഡ്വാൻസസ് കൊടുക്കുന്നു. ഓക്കെ. അപ് ടു 90 days വരെയുള്ള അസിസ്റ്റൻസ് ആണ് കൊടുക്കുക. ഓക്കെ. ബൾക്ക് പർച്ചേസസ് ഓഫ് ബേസിക് റോ മെറ്റീരിയൽ അറ്റ് കോമ്പറ്റേറ്റീവ് റേറ്റ്സ് കിട്ടുന്നതിന് വേണ്ടി ഇത് സഹായിക്കും. ഓക്കെ. ദെൻ ഫിനാൻസിങ് ഓഫ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്, ഷോർട്ട് ടേമിലുള്ള മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസിന് വേണ്ടി ഡിസ്കൗണ്ടിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. ഫിനാൻസിങ് ത്രൂ സിൻഡിക്കേഷൻ വിത്ത് ബാങ്ക്, ബാങ്കുകളുമായിട്ട് ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു, ഫിനാൻഷ്യൽ സിൻഡിക്കേഷൻ. ക്ലിയർ. ഒരു ബാങ്കിന് മാത്രമായിട്ട് അസിസ്റ്റൻസ് കൊടുക്കുന്നില്ലെങ്കിൽ 2, 3, 4 ബാങ്കുകൾ കൂടി ചേർത്തിട്ട് എന്ത് ചെയ്യുന്നു, അപ്പോൾ ഓരോ ബാങ്കിൻ്റെയും റിസ്ക് കുറച്ചായിരിക്കും. അപ്പോൾ ആ രീതിയിൽ ഫിനാൻഷ്യൽ സിൻഡിക്കേഷൻ ഉണ്ടാക്കി ലോൺസ് അവൈലബിൾ ആക്കുന്നു. ക്ലിയർ. പെർഫോമൻസ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് സിസ്റ്റം ഫോർ സ്മോൾ എൻ്റർപ്രൈസസ്, അല്ലേ. സാധാരണ നമുക്കറിയാം, ഒരാൾക്ക് MSME യൂണിറ്റുകൾക്ക് കടം കൊടുക്കുമ്പോൾ പലപ്പോഴും ആൾക്കാർ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ലെൻഡേഴ്സ് എന്ത് ചെയ്യും, ബാങ്കുകൾ എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യും, വളരെയധികം കോഷൻ അല്ലേ ഏർപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ക്രെഡിറ്റ് റേറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ, അല്ലേ, അതിൻ്റെ വർത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഓർഗനൈസേഷൻ വളരെ എളുപ്പത്തിൽ ഫിനാൻസ് കിട്ടാൻ സഹായിക്കും. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് റേറ്റിംഗ് സർവീസസ് ചെയ്തു കൊടുക്കുന്നു. ഓക്കെ. പെർഫോമൻസ് റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ് ചെയ്യുന്നു. ദെൻ ബെനിഫിറ്റ്സ് ഓഫ് പെർഫോമൻസ് ആൻഡ് ക്രെഡിറ്റ് റേറ്റിംഗ് ആണ് ഇവിടെ പിന്നെ കൊടുത്തിരിക്കുന്നത്. ദെൻ ടെക്നോളജി സപ്പോർട്ട് അവർക്ക് കൊടുക്കുന്നു. ഓക്കെ. MSME യൂണിറ്റുകൾക്ക് ആവശ്യമുള്ള ടെക്നോളജി ട്രാൻസ്ഫർ, ടെക്നോളജി സപ്പോർട്ട്, അഡ്വൈസ്, ഇതെല്ലാം കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ന്യൂ ടെക്നോളജി, ക്ലിയർ. അതുപോലെ തന്നെ ഫെസിലിറ്റീസ് ത്രൂ അക്രഡിറ്റഡ് ലബോറട്ടറീസ്, ഓക്കെ. പ്രോഡക്റ്റ് ഡിസൈൻ ഇൻക്ലൂഡിങ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈൻ, ഓക്കെ. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ദെൻ എല്ലാ ട്രെയിനിങ് സെൻറ്റേഴ്സൊക്കെയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ദ നെക്സ്റ്റ് വൺ ഈസ് സോഫ്റ്റ്വെയർ ടെക്നോളജി കം ബിസിനസ് പാർക്കുകൾ. ക്ലിയർ. സോഫ്റ്റ്വെയർ ടെക്നോളജി അതുപോലെ തന്നെ ബിസിനസ് പാർക്കുകളൊക്കെ അവർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടാവും. ക്ലിയർ. ദ ഇൻക്യുബേഷൻ ഓഫ് അൺഎംപ്ലോയിഡ് യൂത്ത് ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് മൈക്രോ ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്, ബിസിനസ് ഇൻക്യുബേഷൻ സെൻറ്റർ, അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിക്കും. ക്ലിയർ. അപ്പോൾ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്കോസിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇൻ്റർനാഷണൽ കോർപ്പറേഷൻ, ക്ലിയർ, ഉറപ്പുവരുത്തുന്നു. ക്ലിയർ. കോർപ്പറേഷനാണ്, സഹകരണം. ക്ലിയർ. അന്താരാഷ്ട്ര സഹകരണങ്ങൾ ഉറപ്പുവരുത്തി MSME യൂണിറ്റുകളുടെ പ്രോഡക്റ്റുകൾ പല ഭാഗങ്ങളിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു, സഹായം, ക്ലിയർ, ചെയ്യുന്നു. ദെൻ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ആൻഡ് ടെക്നോളജി ഫോർ മിഷൻ ഫോർ വേരിയസ് കൺട്രി, ഇതിൻ്റെ ഭാഗമായി സൗത്ത് ആഫ്രിക്കയിലൊക്കെ ഒരു സെൻറ്റേഴ്സ് ഉണ്ട് NSICക്ക്. ഓക്കെ. ദെൻ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസി സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ. കപ്പാസിറ്റി ബിൽഡിംഗ് ആയിക്കോട്ടെ, പോളിസി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ആയിക്കോട്ടെ, എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ആയിക്കോട്ടെ, ബിസിനസ് ഡെവലപ്മെൻറ്റ് സർവീസ് ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ. അപ്പോൾ ഇതൊക്കെയാണ് എബൌട്ട് NSIC. ക്ലിയർ. സ്കീംസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കീംസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ കിട്ടും. ക്ലിയർ. ബാങ്ക് ക്രെഡിറ്റ് ഫെസിലിറ്റേഷൻ, ഓക്കെ, റോ മെറ്റീരിയൽ അസിസ്റ്റൻസ്, സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ, ഇൻഫോമീഡിയറി സർവീസസ്, ഇങ്ങനെ സർവീസുകൾ. അതുപോലെ തന്നെ നാഷണൽ SC/ST ഇൻഫോമീഡിയറി നാഷണൽ SC/ST ഹബ്ബ് ഉണ്ടാക്കിയിരിക്കുന്നു. ക്ലിയർ. പ്രൊക്യൂർമെൻറ്റ് മാർക്കറ്റിംഗ് സപ്പോർട്ട് ഉണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ സർവീസ്, ഓക്കെ, സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സർവീസസ്, ഓക്കെ, മാർക്കറ്റിംഗ്, ടെസ്റ്റിംഗ് ലാബ്, ഇങ്ങനെ ഒട്ടനവധി സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മീഡിയ, ടെൻഡേഴ്സ്, കരിയർ, ക്ലിയർ, ഇൻഫോ സെൻറ്റർ, B2B പോർട്ടൽ, ക്ലിയർ, SC/ST ഹബ്ബ്, ഓക്കെ, ഇങ്ങനെ കുറേയധികം മെനൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ അതിനകത്ത് നോക്കുക. ഓക്കെ. സോ NSICയെ കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി നമുക്ക് NSICയുടെ വെബ്സൈറ്റ് തന്നെ നോക്കുക.
അതിൽ കുറേയധികം സർവീസസും കൂടി താഴെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ? വാട്ട് ആർ അവർ സ്കീം? ക്ലിയർ? അപ്പോൾ അതൊക്കെ നമുക്ക് വായിച്ചു നോക്കാൻ പറ്റും. ആ മെനുവിലൊന്നും പോകാതെ തന്നെ ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ നിന്ന് വായിക്കാം. റീഡ് മോർ എന്ന് പറഞ്ഞിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ഇൻഫർമേഷൻ കിട്ടും. ക്ലിയർ? റോ മെറ്റീരിയൽ സർവീസസ്, റോ മെറ്റീരിയൽ എങ്ങനെ അവർ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുക, മെഷീനറി എങ്ങനെ പ്രൊക്യൂർ ചെയ്ത് കൊടുക്കുന്നു. ക്ലിയർ? B2B പോർട്ടൽ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇൻക്യുബേഷൻ സെൻറ്റേഴ്സ് എവിടേക്കാണ്, എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ. ദെൻ സിംഗിൾ പോയിന്റ് രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതിൻ്റെ MSME ഇതിൽ ചാർജുള്ള അല്ലേ മിനിസ്റ്ററാണ്, മിനിസ്ട്രി ഫോർ MSME. ക്ലിയർ? അതുപോലെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്. ഓക്കെ. അതുപോലെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് NSIC. ഓക്കെ. മാർക്കറ്റിംഗ് ഡെവലപ്മെൻറ്റ് സെൻറ്റർ ഉണ്ട്. ഓക്കെ. നാഷണൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ക്ലിയർ ഹബ്ബ് രൂപീകരിച്ചിട്ടുണ്ട്. SC/ST ഹബ്ബ് എന്നാണ് പറയുക. സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് സർവീസസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നു. മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. റീഫിനാൻസിങ് ചെയ്യുന്നു. ബിൽ ഡിസ്കൗണ്ടിങ് ചെയ്യുന്നതിന് സഹായം ഒരുക്കുന്നു. അങ്ങനെ ഒട്ടനവധി സർവീസസ് NSICയുടെ ഭാഗമായിട്ട് ക്ലിയർ പെർഫോം ചെയ്യപ്പെടുന്നുണ്ട്.